അപ്പോൾ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഫഷണലിസം ഇൻ ബിസിനസ്സാണ്. അപ്പം പ്രൊഫഷണലിസം ഇൻ ബിസിനസ് എന്ന് പറയുമ്പോൾ അത് ഒരു ബിഗ് കോർപ്പറേഷനോ അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ്സോ എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു ബിസിനസ്സിൻ്റെ ലോങ് ടേം സക്സസ്സിന് ഈ പറയുന്ന പ്രൊഫഷണൽ ബിഹേവിയർ അത്യാവശ്യമാണ്. എന്ന് പറയുമ്പോൾ എംപ്ലോയി ഇൻറ്ററാക്ഷൻസും അതുപോലെ തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പും ഇത് രണ്ടും ഒരു കമ്പനീൻ്റെ ഗോൾസ് ഒബ്ജക്റ്റീവ്സൊക്കെ മീറ്റ് ചെയ്യാൻ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണത്. അപ്പം അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ഒരു പ്രൊഫഷണൽ വർക്ക് പ്ലേസ് ആറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ അപ്പിയറൻസൊക്കെ അവരുടെ ഒരു വർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന മേജർ ഫാക്ടേഴ്സാണ്. Okay, managers who behave professionally set an appropriate example by encouraging their people to conduct themselves in a manner that supports company-wide success. അപ്പം ഏതൊക്കെ രീതിയിലാണ് പ്രൊഫഷണലിസം കമ്പനീസിന് സക്സസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. So, first one is establishes proper boundaries. Professionalism in the business establishes boundaries between what is considered appropriate and what is not. ഒരുപാട് മാനേജേഴ്സ് ഉണ്ട്, അവരുടെ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് നല്ലൊരു എൻജോയബിൾ അതുപോലെ തന്നെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് ആവണം എന്ന് താല്പര്യമുള്ളവർ. പക്ഷേ അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്, പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് വേണം. ഓക്കെ, ഈ ലിമിറ്റ് വരണം എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് കോൺഫ്ലിക്ട്സും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് വൺ ഈസ് എസ്റ്റാബ്ലിഷസ് പ്രോപ്പർ ബൗണ്ടറീസ്. നെക്സ്റ്റ് വൺ ഈസ് എൻകറേജസ് പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റ്. ഒബ്വിയസ്ലി ഒരു പ്രൊഫഷണലിന് ഈ പറയുന്ന പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റിനെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്ന ഒരെണ്ണമാണ്. പേഴ്സണൽ ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതൊരു പേഴ്സണൽ ഗ്രോത്തുമാണ്, ആസ് വെൽ ആസ് കരിയർ ഡെവലപ്മെൻറ്റ് സപ്പോർട്ടിംഗ് സിസ്റ്റം കൂടിയാണ്. Okay, a business environment in which employees dress and operate professionally is more helpful for business success. ഇപ്പോൾ നമ്മൾ നല്ലൊരു പ്രൊഫഷണലി ഡ്രസ് കോഡോട് കൂടിയുള്ള ഒരു ബിസിനസ് ഫേമിലാണെങ്കിൽ മാനേജേഴ്സിന് ഒരു എന്താ പറയുക, അവർക്കൊരു ബെറ്റർ ഫീലിംഗ് ഉണ്ടാവും. അവരെ തന്നെ ദംസെൽസ് തന്നെ അവർക്കൊരു ബെറ്റർ ഫീൽ ഉണ്ടാകും. ആൻഡ് ദേ ആർ എൻകറേജ് ടു പെർഫോം ബെറ്റർ ഫോർ ദെയർ ക്ലയൻറ്റ്സ്. സോ ഇറ്റ് എൻകറേജസ് പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് പ്രൊമോട്ട് ആൻഡ് മെയിൻറ്റെയിൻ അക്കൗണ്ടബിലിറ്റി. അല്ലേ, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം. കമ്പനീസ് ദാറ്റ് ഇൻറ്ററാക്ട് ഡയറക്ട്ലി വിത്ത് ക്ലയൻറ്റ്സ് ആർ സപ്പോസ് ടു പ്രൊവൈഡ് ദ ബെസ്റ്റ് സർവീസ്. നമ്മൾ കസ്റ്റമേഴ്സിന് ഏറ്റവും ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിക്ക് അവരുടെ ഒരു ബെസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനീനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയൊരു ഫാക്ടറാണ്. ഓക്കെ, പ്രൊഫഷണലിസം ഈസ് ഇമ്പോർട്ടൻറ്റ് ഈവൻ ഫോർ മേക്കിംഗ് റിട്ടേൺ ഇൻഫർമേഷൻ ടു ക്ലയൻറ്റ്സ്. ഇങ്ങനെ റിട്ടേൺ ഇൻഫർമേഷൻ, ദ ബെസ്റ്റ് റിട്ടേൺ പേപ്പർ വർക്ക് ഈസ് മച്ച് ഹെൽപ്ഫുൾ ടു പ്രൊവൈഡ് ദ റൈറ്റ് ഇംപ്രഷൻ അബൌട്ട് എ ബിസിനസ്. പ്രൊഫഷണലി കീപ്പ് ചെയ്യുന്ന കമ്പനി റിപ്പോർട്ട്സ്, ബിസിനസ് പ്ലാൻസ് അല്ലെങ്കിൽ മറ്റ് കറസ്പോണ്ടൻസ്, ദീസ് ഹെൽപ്സ് ദ ബിസിനസ് റിമെയിൻ അക്കൗണ്ടബിൾ ഫോർ ദ സർവീസ്. ഓക്കെ, next one is it establishes respect. Professionalism in business gives respect for authority, clients and co-workers. നമ്മളൊരു പ്രൊഫഷണൽ ബിഹേവിയർ ഉണ്ടാകുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ഇൻ ലിമിറ്റിംഗ് ഗോസിപ്സ് ആൻഡ് റൂമേഴ്സ്. ഈവൻ നമ്മളോട് നമ്മുടെ ക്ലയൻറ്റ്സ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്താൽ പോലും ഇറ്റ് ഈസ് ഡിസൈഡ് ടു കീപ്പ് എ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ബിക്കോസ് നമുക്ക് റെസ്പെക്റ്റ് ഏൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മിനിമൈസസ് കോൺഫ്ലിക്ട്സ്. ഒരു പ്രൊഫഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റിൽ കോൺഫ്ലിക്ട്സ് ഒക്കെ എന്ന് പറയുന്നത് റെയറായിട്ട് കാണപ്പെടുന്ന ഒന്നാണ്. വർക്കേഴ്സ് ഹു റെസ്പെക്ട് ഈച്ച് അതർ, അവരുടെ വാല്യൂസ് അല്ലെങ്കിൽ അവർ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഈ പറയുന്ന ഡിസഗ്രിമെൻറ്റ്സും ഡിസ്പ്യൂട്ട്സൊക്കെ റെയറായിട്ട് കാണപ്പെടുന്നതാണ്. സോ പ്രൊഫഷണലിസം ബിസിനസ്സിലുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സ് ഡിസഗ്രിമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻക്രീസ്ഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഈ പ്രൊഫഷണലിസം ഒരു പരിധി വരെ, ഒരു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് സ്ട്രെസ് എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇറ്റ് ഹെൽപ്സ് എംപ്ലോയീസ് ടു വർക്ക് ഇൻ എ ഹെൽത്തി അറ്റ്മോസ്ഫിയർ ആൻഡ് ദാറ്റ് ലീഡ്സ് ടു എൻഹാൻസ്ഡ് പെർഫോമൻസ്. Okay,
നെക്സ്റ്റ് വൺ ഈസ് ദ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പം ഒരു പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടാസ്കുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. ലൈക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആക്ഷൻസ്, പ്രോപ്പർ ഡിസിഷൻസ് എടുക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. കാരണം അവിടെ നമുക്കൊരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ ചെയ്തു തീർക്കേണ്ട കടമയാണ്, അല്ലെങ്കിൽ അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഒരു എന്താ പറയുക, ആ ഒരു മൈൻഡ് വരുമ്പോൾ ഒബ്വിയസ്ലി എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ചെയ്തു പോകും അല്ലേ. നമ്മൾ അവിടെ ഒരു ഓർഗനൈസേഷന് വാല്യൂ കൊടുക്കും ഇല്ലേ. അതാണ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് personal growth. Professionalism not only helpful for job advancement, but it also provides certain dignity and pride in one's work and responsibilities. Okay. ലൈക്ക് ഇപ്പോൾ നമ്മൾ നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് നമ്മൾ കാണിച്ചു വയ്ക്കുകയാണെങ്കിൽ നമ്മളെ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ലേ. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് it makes them a more secure person who is then capable of handling difficult situations with more emotional maturity. Okay, so ഇതിലൂടെ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഗ്രോത്തിനെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രം ദ above discussion it is clear that showing professionalism is important at all levels in an organization. ഒരു ലീഡർഷിപ്പ് ടീമിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല പ്രൊഫഷണലിസം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് അറ്റ് ഓൾ ലെവൽസ്. ഓക്കെ, പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗം കൂടിയാണ്. പീപ്പിൾ വിത്ത് ഹൈ ലെവൽസ് ഓഫ് പ്രൊഫഷണലിസം ആർ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി കൺസിഡേർഡ് ഫോർ ജോബ് അഡ്വാൻസ്മെൻറ്റ്. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഓൾസോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ പ്രൊഫഷണലിസം ബിസിനസ്സിൻ്റെ സക്സസ്സിന് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഫഷണൽ സ്കിൽസാണ്. ഒരുപാട് പ്രൊഫഷണൽ സ്കിൽസ് ഉണ്ട്. ഓക്കെ, ഈ സ്കിൽസ് എല്ലാം നമ്മളെ ജോബ് പൊസിഷൻസ്, എഡ്യൂക്കേഷന്, ഡിഗ്രി, ബിസിനസ് ഫീൽഡ് ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചർ നീഡ്സ് എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ആൻഡ് ക്വാളിറ്റീസ്. അതേപോലെ തന്നെ a marketing professional have to possess great communication, decision making and analytical skills. There are some basic key and skills that every good professional needs irrespective of business field and job description. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണല് അത്യാവശ്യം വേണ്ട ഇമ്പോർട്ടൻറ്റ് സ്കിൽസാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ the first and important skills is the communication skill. Okay, communication skill will always be one of the most important part of the business and personal life. നമുക്കറിയാം, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ്സിൽ അവരുടെ എന്താ പറയുക റിലേഷൻഷിപ്പ് അവർക്ക് സ്ട്രോങ് ആക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇറ്റ് എക്സേർട്സ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ബിസിനസ് ആൻഡ് പേഴ്സണൽ ലൈഫ്. നമുക്ക് ഒരു പൊസിഷൻ, നമ്മുടെ ലൈഫിലൊരു പൊസിഷനിൽ നിൽക്കണമെങ്കിൽ വി നീഡ് ദ ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും സംസാരിക്കുക മാത്രമല്ല, ഹി ഷുഡ് ബി എ ഗുഡ് ലിസണർ ഓൾസോ. ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ എക്സാമ്പിൾസാണ് ലൈക്ക് സ്പീക്കിംഗ് സ്കിൽസ്, ലിസണിങ് സ്കിൽസ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ skills such as body language, self-confidence and respectful attitude to others. ഇതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്ന ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇങ്ങനെയുള്ള അതായത് കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് നമ്മളെ പ്രൊഫഷണൽസിന് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടത്. They are the most successful type of communications. Successful communication includes 5 important components. And the first component is verbal communication. It refers to the ability to speak clearly. Second one is non-verbal communication. It includes the capacity to exhibit positive body language and facial expressions. And the third one is oral communication. And it is the ability to listen to and actually hear what others are saying. Fourth one is written communication. And it refers to your skillfulness in composing text messages, reports, and other types of documents. And the last important component is visual communication. It involves the ability to relay information using pictures and other visual aids.
അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് ഡിസിഷൻസ് എടുക്കുക. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, ഓർഗനൈസേഷൻ ലൈഫ് ആയിക്കോട്ടെ. ഈച്ച് ആൻഡ് എവറി ഡേ വി ഹാവ് ടു മേക്ക് ചോയ്സസ് ഫ്രം ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്. ലൈക്ക് സിമ്പിൾ ചോയ്സിൽ, ലൈക്ക് നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റിട്ട് നമ്മളിന്ന് ഏത് ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകേണ്ടത് എന്നതിൽ നിന്നും ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻസ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് സച്ച് ആസ് നമുക്കിപ്പോൾ 2 മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് തന്നിട്ട് അതിൽ നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു റേഞ്ചിങ് ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് നമുക്ക് ഡെയിലി നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു കോൺസിക്വൻസസും ഉണ്ട്. മേ ബി ഇറ്റ് വിൽ ബി എ ഗുഡ് ഓർ ബാഡ് റിസൾട്ട്. ഓക്കെ, ഒരുപാട് ആൾക്കാരുടെ വിചാരം എന്ന് പറയുന്നത് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് ഇൻബോൺ ടാലൻ്റ് ആണെന്നാണ്. ഒരിക്കലും നമുക്കതങ്ങനെ പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ ലേൺ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ഒരിക്കലും ഇൻബോൺ ടാലൻ്റ് അല്ല. അത് നമ്മൾ ഒരു കാര്യം കണ്ട് അല്ലെങ്കിൽ അത് നമ്മളത് ലേണിങ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് പ്രാക്ടീസ് ആക്കി അങ്ങനെയൊക്കെ നമുക്കതൊരു നല്ലൊരു ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം ലേണിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ആൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഒരിക്കലും നമ്മളത് പഠിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഇന്നെടുക്കുന്ന ഡിസിഷൻ ശരിയായിരിക്കാം, ബട്ട് നാളെ എടുക്കുന്ന ഡിസിഷൻ തെറ്റായിരിക്കാം. അപ്പോൾ മേക്കിംഗ് റൈറ്റ് ഡിസിഷൻസ് ഇൻ ബിസിനസ് ആൻഡ് വർക്ക് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റീസ് ഓഫ് എ റിയൽ പ്രൊഫഷണൽ. അപ്പം ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ഓൺലി ബൈ സീയിങ്, ലേണിംഗ്, എക്സ്പീരിയൻസിങ് ആൻഡ് പ്രാക്ടീസിങ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്ന് പറയുന്നത് നമുക്ക് സക്സസ്സിൽ ഈ ഒരു സ്കില്ല് ഒഴിച്ചുകൂടാൻ പറ്റില്ല. കാരണം പ്രോബ്ലംസും ബ്ലോക്സൊക്കെ ജോബിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രോബ്ലംസ് നമ്മൾ വർക്കബിളായിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തണം. അതിനുള്ള നോളജും അതേപോലെ തന്നെ ആ ഒരു വർക്കബിൾ സൊല്യൂഷൻസ് നമുക്ക് ബിസിനസ്സിൽ നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ ഈ പറയുന്ന ഈ നോളജും ആ ഒരു സൊല്യൂഷൻസും ആ ഒരു മെൻറ്റാലിറ്റി നമുക്ക് വേണം. നമ്മൾ പ്രോബ്ലംസിൽ നിന്ന് ഒളിച്ചോടി പോവുകയല്ല വേണ്ടത്. എങ്ങനെ നമുക്കതിനെ കൈകാര്യം ചെയ്യാം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. നെക്സ്റ്റ് ഈസ് ലീഡർഷിപ്പ് സ്കിൽസ്. It is one of the top qualities and competencies in the list of professional skills. കമ്പനീസിന് അവരുടെ വർക്കേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്ന എംപ്ലോയീസിനെയാണ് വേണ്ടത്. അതുപോലെ ഇഫക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് കഴിവുകളുടെ ഒരു കോമ്പിനേഷനാണ്. ലൈക്ക് എബിലിറ്റി ടു ലീഡ്, ടു മോട്ടിവേറ്റ്, ടു ഇൻസ്പയർ ആൻഡ് ടു ക്രിയേറ്റ്. ഇതെല്ലാം കൂടി മിക്സ് ആയാലേ നമുക്കൊരു ലീഡർഷിപ്പ് സ്കിൽസ് കിട്ടുക. എക്സാമ്പിൾസ് ഓഫ് ലീഡർഷിപ്പ് സ്കിൽസ് എന്ന് പറയുമ്പോൾ അനലിറ്റിക്കൽ സ്കിൽസ് വരുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് റിസൊല്യൂഷൻ എബിലിറ്റീസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് ഓർഗനൈസേഷൻ സ്കിൽസ്. ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ ലീഡർഷിപ്പ് സ്കിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. ഇൻ്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ സ്കിൽസാണ്. അതായത് വ്യക്തികളുടെ കഴിവുകൾ എന്നുവെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോവുക, ഒരു റാപ്പോർട്ട് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഡിപ്ലോമസി അവിടെ യൂസ് ചെയ്യുക. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ക്രിറ്റിസിസം സ്വീകരിക്കുകയും അതുപോലെ തന്നെ കൊടുക്കുകയും, ആസ് വെൽ ആസ് ഒരു റെസ്പെക്റ്റ്ഫുൾ ഒപ്പീനിയൻസ് മറ്റുള്ളവർക്ക് കൊടുക്കുക, അതുപോലെ തന്നെ റിസീവ് ചെയ്യുക, എംപത്തൈസ് ചെയ്യുക. ഇതൊക്കെയാണ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓർഗനൈസേഷൻ സ്കിൽസ്. ഓർഗനൈസേഷൻ സ്കിൽസ് ആർ സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് എ പ്രൊഫഷണൽ ക്യാൻ പൊസസ്. ഒരു ഗുഡ് പ്രൊഫഷണൽ ആവണമെങ്കിൽ ഹി ഹാസ് ടു ബി ഏബിൾ ടു സ്റ്റേ ഓർഗനൈസ്ഡ്. അതായത് പ്രൊജക്ട്സിൽ ഫോക്കസ്ഡ് ആയിരിക്കണം എപ്പോഴും. ഓർഗനൈസേഷൻ സ്കിൽസ് എന്ന് പറയുമ്പോൾ വർക്ക് പ്ലേസിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ജനറൽ പ്ലാനിങ്, കോർഡിനേറ്റിംഗ് റിസോഴ്സസ്, മീറ്റിംഗ് ഡെഡ് ലൈൻസ്, ഇതൊക്കെയാണ് ഒരു വർക്ക് പ്ലേസിൽ വേണ്ട ഓർഗനൈസേഷൻ സ്കിൽസ്. നെക്സ്റ്റ് വൺ ഈസ് ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ്. ഒരു ടൈം മാനേജ്മെൻറ്റ് സ്കിൽ എന്ന് പറയുന്നത് പ്രൊഫഷണൽ സ്കിൽസിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്കില്ലാണ്. ഗുഡ് ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് ഹെൽപ്സ് ടു കൺട്രോൾ ടൈം ആൻഡ് ഇവൻച്വലി ലൈഫ്. വിത്ത് ദീസ് ക്വാളിറ്റീസ്, അതായത് ഈ ഒരു ക്വാളിറ്റീസോട് കൂടി ആ വ്യക്തിക്ക് അയാളുടെ വർക്ക്, അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫ്, ഫാമിലി ലൈഫ്, ഇതിനെല്ലാം ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്.
നമുക്ക് ടൈം മാനേജ്മെൻറ്റ് സ്കിൽസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സെറ്റിംഗ് ഗോൾസ്, പ്രയോറിറ്റൈസിങ് ഗോൾസ്, ക്രിയേറ്റിംഗ് എ സ്കെഡ്യൂൾ, മേക്കിംഗ് ലിസ്റ്റ് ആൻഡ് യൂസിങ് ഒപ്റ്റിമൈസേഷൻ ടൂൾസ്. ഇതെല്ലാമാണ് ടൈം മാനേജ്മെൻറ്റ് സ്കിൽസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽസ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സ്കില്ല്, ഒരു പ്രൊഫഷണലിന് വേണ്ട ഒരു സ്കില്ലാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽസ്. നമുക്ക് ഒരു എന്താ പറയുക, സ്ട്രെസ്സിനെ ഡീൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ലൈഫിൽ നമുക്ക് സ്ട്രെസ്സിനെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ എബിലിറ്റിയാണ്. കാരണം സ്ട്രെസ് അറ്റ് വർക്ക് ക്യാൻ ലീഡ് ടു പ്രോബ്ലംസ് ഫോർ ദ ഇൻഡിവിജ്വൽ, അതുപോലെ തന്നെ ഓവറോൾ വർക്കിംഗ് എൻവയോൺമെൻറ്റ്. സോ നമ്മൾ ഒരിക്കലും ഒരു ഗുഡ് പ്രൊഫഷണൽ ഒരിക്കലും അയാളുടെ ജോബിലേക്കോ അല്ലെങ്കിൽ ടാസ്കിലേക്കോ ഈ പറയുന്ന സ്ട്രെസ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാനുള്ള എല്ലാ വഴികളും അയാൾ നോക്കിയിരിക്കും. കാരണം ഒരിക്കലും നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ വി ഷുഡ് മാനേജ് ദാറ്റ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്ട്രെസ്സ് നമ്മുടെ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. ബിക്കോസ് അത് വർക്കിംഗ് എൻവയോൺമെൻറ്റ് മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും അത് മോശമായ രീതിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റോടുകൂടി അത് ഇഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഗുഡ് പ്രൊഫഷണൽസിൽ എപ്പോഴും അവരുടെ കയ്യിൽ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ അത് റിലീവ് ചെയ്യാനുള്ള ഒരുപാട് ടെക്നിക്സും ടൂൾസും ഒക്കെ അവർക്ക് അറിയും. സോ ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, ഈ പറയുന്ന സ്ട്രെസ്സിനെ അവരിലേക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സമ്മതിക്കില്ല. സോ അത് നല്ലൊരു കഴിവ്, അത് നല്ലൊരു എബിലിറ്റി തന്നെയാണ്. നെക്സ്റ്റ് ഇറ്റ് ഈസ് ടീം വർക്ക്. എംപ്ലോയീസ് എന്ന് പറയുന്നത് ഒരു ടീമിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഒരു ഡിവിഷൻ്റെയോ ഒരു ഭാഗമാണ്. So they need to collaborate with other employees and they need to understand and appreciate the value of joining forces. കാരണം ഒരു ടീമായിട്ട് വർക്ക് ചെയ്താലാണ് കമ്പനിയിൽ സക്സസ് ഉണ്ടാവുള്ളൂ, അല്ലേ? ഇപ്പം നമ്മൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി വർക്ക് ചെയ്യണം എന്നാണ് നമ്മൾ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇറ്റ് ഈസ് വർക്ക് എത്തിക്. നമ്മൾ വർക്ക് പ്ലേസിൽ കുറച്ച് എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് വെച്ചാൽ എംപ്ലോയീസ് ആർ എക്സ്പെക്റ്റഡ് ടു ബി റെസ്പോൺസിബിൾ ആൻഡ് ഡു ദ മാക്സിമം ഫോർ ദാറ്റ് ദേ ആർ ഗെറ്റിംഗ് പെയ്ഡ് ടു. എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുന്ന കൂലിക്കുള്ള വർക്ക് അവർ ചെയ്തിരിക്കണം. ലൈക്ക് അവർ കറക്റ്റ് ടൈമിൽ വർക്ക് പ്ലേസിൽ പങ്ക്ച്വലായിട്ട് എത്തുക, അതുപോലെ ഡെഡ് ലൈൻസ് എല്ലാം പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യുന്നു, ആസ് വെൽ ആസ് അവർ ചെയ്യുന്ന വർക്ക്സിൽ എറേഴ്സ് ഒന്നും ഇല്ലാതിരിക്കുക. This shows that they are committed to performing their work with excellence. And the last one is flexibility. Flexibility, it is a top abilities in professional skills list. കാരണം ഇപ്പോഴത്തെ ഒരു മോഡേൺ വേൾഡിൽ കമ്പനീസിന് അറ്റ് എ ടൈം മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലാണ് മാറ്റങ്ങൾ വരുന്നത് ബിസിനസ് വേൾഡിൽ. സോ ദേ നീഡ് ടു ചേഞ്ച് അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ടു റിമെയിൻ കോമ്പറ്റേറ്റീവ്. Flexibility, it allows people to adapt successfully to changing situations and environments. കാരണം ഒരു വ്യക്തിക്ക് ഒരു ഗുഡ് പ്രൊഫഷണൽ ആവണമെങ്കിൽ ഹി ഹാസ് ടു ലേൺ എങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, ഓരോ മാറ്റങ്ങളിൽ എങ്ങനെയാണ് എനിക്കത് കോപ്പപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അതൊക്കെയാണ് ഒരു ഗുഡ് പ്രൊഫഷണൽ അറിഞ്ഞിരിക്കേണ്ടത്. He has to learn how to be more adaptable and to develop his ability to cope effectively with change. മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് മാറാൻ അയാൾക്ക് കഴിവുണ്ടാവണം. അപ്പോൾ ഇത്രയുമാണ് ബേസിക്കായിട്ട് ഒരു പ്രൊഫഷണൽസിന് അത്യാവശ്യം വേണ്ട പ്രൊഫഷണൽ സ്കിൽസ്. ഓക്കെ.